ഇതൊന്നും കണക്കിക്കൊള്ളിക്കാത്ത ഫയലുകളാണല്ലോ പിള്ളേ. അത് സാർ, സിമന്റ് മൂവ്മെന്റിന്റെ രേഖകളിലും കൃത്രിമത്വമുണ്ട്. വെറുതെ അല്ല തന്നെ നാട്ടുകാർ ആന വിഴുങ്ങിന്ന് വിളിക്കുന്നത്. നാളെ 10 മണിക്ക് ഓഫീസിലെത്തണം. ഓ, Come on, take the files. We can go. ഹലോ, എഞ്ചിനീയർ സാർ ആയിരുന്നോ? ഒന്നും പറയണ്ടേ സാറേ. ഇവിടെ ആ ഇൻകം ടാക്സുകാരന്മാരും ഉള്ളതെല്ലാം തൂത്ത് പെറുക്കിക്കൊണ്ട് പോയി. കഷ്ടകാലമെന്നല്ലാതെ എന്ത് പറയാനാ. കോൺട്രാക്ടുകൾ പലതും ക്യാൻസലായി. പലതീരുടെ പാലത്തിലാണെങ്കിൽ വിള്ളല്. ആകെ ഗതികേടില്ല. അല്ല, ഇപ്പൊ എന്താ വിശേഷിച്ച്? നമ്മൾ ഹൗസിംഗ് കോളേജിൽ പണിതോണ്ടിരുന്ന ഫ്ലാറ്റ് റെക്കോർഡ് എരിഞ്ഞെന്ന്. ഓ, ആന ചരിയുന്നു. പിന്നെ ഫ്ലാറ്റ് ഒന്നും മിണ്ടാതെ അപ്പുറത്ത് പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം. നിങ്ങൾ അകത്താകാൻ സൂക്ഷിച്ചാ മതി. ഓ, ഞാൻ അകത്ത് പോയാൽ നിനക്കെന്താടി മഹിളാസവാദില്ലേ? ഓ, അട്ടപ്പാടിന്ന് മുത്തലക്ഷ്മിയാണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരെ ശരിക്കും ഒന്ന് വരണ്ടു. തമിഴ് സിനിമയെന്ന് പഠിച്ച തമിഴൊക്കെ വെച്ച് കാച്ചി ഞാനൊരു ലെവലിൽ കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അവസാനം നാവിന്ന് അറിയാതൊരു ഇംഗ്ലീഷ് വീണുപോയി. ഡു യു അണ്ടർസ്റ്റാൻഡ്? അന്ന് ഫംഗ്ഷനല്ല ആ കക്ഷിയല്ലേ? നിങ്ങൾ വന്ന് ചേരും കേട്ടോ. ഒന്ന് പോടി. ഉടുക്കും മിഴാവും ചേർന്ന് ഒരു ജുഗൽബന്ദി അവതരിപ്പിക്കാമെന്ന് ഞാൻ റിസർച്ച് ചെയ്തു. നീ പറഞ്ഞ കക്ഷിയിലാ വരുന്നത്? അയ്യോ, ആദിവാസികൾ ഇവിടെ എത്തിയോ? ഞങ്ങൾ ചെന്നാ പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കണം. വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ആൺപിള്ളേരെ കണ്ടപ്പോ അവളുടെ സകല സ്മാർട്ട്നെസ്സും പോയി. മോശം മോശം. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ചെല്ലേ. ഓക്കെ ഓക്കെ, വേഗം ചെല്ലേ. എന്താ ഇവിടെ? ഞങ്ങളിങ്ങനെ വെറുതെ ഐസ്ക്രീം. നീ അറിയില്ലേ നമ്മുടെ പിള്ള സാറിന്റെ മോളാ? മനസ്സിലായി. ഇരിക്കും. ഒരു ഐസ്ക്രീം പറയട്ടെ? വേണ്ട, കൂടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെയും കൂടെ വിളിച്ചോളൂ. വേണ്ട, പാട്ട് പാടുമല്ലേ? അത്യാവശ്യം. ആര് പറഞ്ഞു? ടിവിയില് ആദിവാസി പാട്ടുണ്ടായിരുന്നു ഇന്നലെ. കണ്ടോ? നന്നായിരുന്നു. താങ്ക്സ്. അട്ടപ്പാടി മുത്തലക്ഷ്മി, ശീഘ്രം വാങ്ങോ.